ഈ ജനനായകൻ സിനിമയുടെ ഓഡിയോ ലോഞ്ച് കാണാൻ കഴിഞ്ഞ വർഷം ഞാനും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മലേഷ്യയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നേരത്തെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടായിരുന്നു പരിപാടി കാണാൻ പോയത്. ഏറ്റവും ബാക്കിൽ ടോപ്പിൽ ഒരു കോർണറിലായിട്ടായിരുന്നു എനിക്കൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്രയും വലിയൊരു സ്റ്റേഡിയത്തിൽ ഏകദേശം 75,000 പേര് വന്ന ആ ഒരു ഓഡിയോ ലോഞ്ചിങ് ഫംഗ്ഷനിൽ വിജയിന്റെ കൂടെ മലയാളത്തിലെ ഒരു അപ്കമിങ് ആക്ട്രസ് ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഭയങ്കര പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു. ജനനായകൻ സിനിമയിൽ അമിതാഭ് ബൈജു അഭിനയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആ ഒരു ന്യൂസ് അപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു സ്റ്റേഡിയത്തിൽ ഞാൻ നേരിട്ട് കണ്ട വിജയിന്റെ ഒരു സ്റ്റാർഡം അതും കൂടെ കണ്ടപ്പോഴാണ് ശരിക്കും അമിതാഭ് ബൈജു എത്തിച്ചേർന്ന ആ ഒരു ഹൈറ്റിന്റെ റേഞ്ച് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് AJ സ്പീക്സിൽ സംസാരിക്കാൻ പോണത് അമിതാഭ് ബൈജുവിന്റെ ഒരു സക്സസ് സ്റ്റോറിനെ കുറിച്ചായിരിക്കും. അപ്പൊ 2017 മമിത 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സർവോപരി പാലാക്കാരൻ എന്നൊരു സിനിമയിൽ ഒരു മൈനർ സപ്പോർട്ടിംഗ് റോൾ ചെയ്യുന്നതും അതിലൂടെ സിനിമയിലോട്ട് കടന്നു വരുന്നതും. അതിനുശേഷം ഒരുപാട് സിനിമകളിൽ ഏകദേശം 10 സിനിമകളിൽ കൂടുതൽ സപ്പോർട്ടിംഗ് റോൾസും ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം സൂപ്പർ ശരണ്യയിലാണ് മമിത ശ്രദ്ധിക്കപ്പെടുന്നത്. ലീഡ് ഹീറോയിനേക്കാളും സെക്കൻഡ് ഹീറോയിനെ സെലിബ്രേറ്റ് ചെയ്ത ഒരു സിനിമയായിട്ടാണ് സൂപ്പർ ശരണ്യ മാറി. ശരിക്കും ആ സിനിമയിലെ സോന എന്ന ക്യാരക്ടറിന്റെ ഒരു കോമഡി ആറ്റിറ്റ്യൂഡ് ഒക്കെ വളരെയധികം സംസാരിക്കപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു അന്ന്. സൂപ്പർ ശരണ്യയിലും അമിതാഭ് ബൈജു ശ്രദ്ധിക്കപ്പെട്ടതുപോലെ തന്നെയായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങളിൽ നസ്ലിൻ ശ്രദ്ധിക്കപ്പെട്ടതും. ഇവരുടെ രണ്ടുപേരുടെയും ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ടുള്ള പ്രേമലുവിന് മുമ്പ് തന്നെ തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, ഈ രണ്ട് സിനിമകളിൽ അവർ ചെയ്ത സപ്പോർട്ടിംഗ് റോൾസിലൂടെ തന്നെ അവർക്ക് നല്ലൊരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഗിരീഷ് ഷേഡിന്റെ ഡയറക്ഷനിൽ പ്രേമലു സംഭവിക്കുന്നത്. വേൾഡ് വൈഡ് 135 മുതൽ 139 കോടി വരെ കളക്ട് ചെയ്ത ആ ഒരു സിനിമ അവരുടെ രണ്ടുപേരുടെയും കരിയറിൽ വലിയൊരു ബ്രേക്ക് ത്രൂ തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനൊക്കെ ശേഷമാണ് മമിത തമിഴ് സിനിമയിലോട്ട് എൻട്രി ആവുന്നത്. പല ആൾക്കാരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് മമിതയുടെ ആദ്യത്തെ തമിഴ് പടം അത് ഡ്യൂഡ് ആണെന്നാണ്. പക്ഷെ ഇതിനൊക്കെ മുമ്പ് GV പ്രകാശിന്റെ കൂടെ റബൽ എന്നൊരു സിനിമയിൽ മമിത അഭിനയിച്ചിട്ടുണ്ട്. ആ പടവും അതിലെ പാട്ടുകളൊക്കെ അത്ര ഹിറ്റ് അല്ലാത്തതുകൊണ്ട് കുറെ ആൾക്കാർക്കൊന്നും ആ പടത്തിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ശരിക്കും ഒരു ഡെബ്യൂ പടമായിട്ട് വരേണ്ടിയിരുന്നത് റബൽ ആയിരുന്നില്ല, അത് മറ്റൊരു പടമായിരുന്നു. കഴിഞ്ഞ വർഷം റിലീസായ ഡയറക്ടർ ബാലയുടെ വനങ്കാൻ എന്ന സിനിമയിൽ അദ്ദേഹം ആദ്യം കാസ്റ്റ് ചെയ്തത് സൂര്യനെയും അമിതാഭ് ബൈജുവിനെയായിരുന്നു. മമിത പിന്നീട് ആ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം പ്രീ പ്രൊഡക്ഷനിലും പ്രൊഡക്ഷനിലുമായിട്ട് 40ഓളം ദിവസങ്ങൾ ചെലവഴിച്ചിട്ട് പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ആ പടം കൊണ്ട് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂര്യ പക്ഷെ അതിന് മുമ്പ് തന്നെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ആ പടം ഡ്രോപ്പ് ചെയ്ത് എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മളെല്ലാവരും കണ്ട പോലെ അരുൺ വിജയും റോഷ്നി പ്രകാശും ആയിരുന്നു ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മമിത അന്ന് ആ പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്തപ്പോൾ പല കോൺട്രവേഴ്സീസും ബാലയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. സെറ്റിൽ വെച്ചിട്ടുണ്ടായ മിസ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് മമിത പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്തത് എന്നും അങ്ങനെ പല കമന്റ്സും അന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മമിത ആ വക കമന്റ്സ് ഒക്കെ ഫേക്ക് ആണെന്നും മറ്റ് പല പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് കാരണമാണ് താൻ പ്രോജക്ട് ഡ്രോപ്പ് ചെയ്തത് എന്നും പിന്നീട് പറയുകയും ചെയ്തു. അതിനുശേഷം അമിതയ്ക്ക് കിട്ടിയ ഒരു വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്രദീപ് രംഗനാഥന്റെ കൂടെ അഭിനയിച്ച ഡ്യൂഡ് തന്നെയായിരുന്നു. പക്ഷെ ആ പടത്തിലെ ഡയറക്ടറോ ആക്ടറോ കാരണമാണ് മമിതയ്ക്ക് ആ ഒരു വലിയ ഫെയിമോ എക്സ്പോഷറോ കിട്ടിയത് എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് തീരില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സായി അഭയങ്കറിന്റെ ഒരു മ്യൂസിക് തന്നെയായിരുന്നു മമിത ബൈജുവിന്റെ ഫെയിം ആ പടത്തിലൂടെ എലിവേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ ഫാക്ടറായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഊരും ബ്ലഡ് പാട്ടൊക്കെ ആ ഒരു സമയത്ത് അത്ര ഹിറ്റ് ആയിരുന്നു. ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് ആ പാട്ടിന്റെ റീൽസ് തന്നെയായിരുന്നു വീണ്ടും 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 വന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം തമിഴിലെ മെയിൻ സ്ട്രീം ഓഡിയൻസിന്റെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു നടിയായിട്ട് മമിത മാറി. പിന്നെ കറ എന്ന സിനിമയിൽ ധനുഷിന്റെ കൂടിയും ജനനായകനിലെ വിജയന്റെ കൂടിയും നമ്മൾ മമിതനെ കണ്ടു. ഇപ്പൊ വിശ്വനാഥൻ ആൻഡ് സൺസിലെ സൂര്യന്റെയും ഒപ്പം. വിജയന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ആസ്പയറിംഗ് ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യം തന്നെയായിരിക്കും. ഒരു ചെറിയ റോളിലെങ്കിലും വന്നിട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു പുതുമുഖ നടനോ നടിയോ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല, മെയിനായിട്ട് അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യയിലെങ്കിലും. അങ്ങനെ ഇരിക്കുമ്പോൾ അമിതാഭ് ബൈജുവിന് ജനനായകനിൽ കിട്ടിയിരിക്കുന്ന റോൾ എന്ന് പറയുന്നത് വളരെ വളരെ ഒരു എന്താ പറയാ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിജയിന്റെ കൂടെ തന്നെ ത്രൂ ഔട്ട് ഒരു ചെറിയ ടൈം പീരീഡിലാണെങ്കിൽ പോലും ആ ഒരു ജേർണിയിൽ പങ്കെടുക്കാൻ കിട്ടിയ ഒരു ചാൻസ് വളരെ നല്ല രീതിയിൽ തന്നെ മമിത അത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ വിജയിന്റെ കൂടെ പെയർ ചെയ്തിട്ട് ഒരു ഫൈറ്റ് സീക്വൻസിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു എന്താ പറയാ ഒരു പുതുമുഖ നടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. ചില വലിയ വലിയ താരങ്ങളുടെ മക്കളൊക്കെ സിനിമയിലോട്ട് വരികയും അവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് ക്വാളിറ്റിയുള്ള സിനിമകളും ക്വാളിറ്റിയുള്ള പെർഫോമൻസസ് ഒക്കെ കിട്ടുക എന്നുള്ളത് മലയാളത്തിൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വളരെ സ്വാഭാവികമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് റിയലി ഹാർഡ് വർക്കിംഗ് ആൻഡ് ടാലന്റഡ് ആയിട്ടുള്ള ആസ്പയറിംഗ് ആക്ടേഴ്സും ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസ് ഒക്കെ മലയാളത്തിൽ നിന്ന് ഇമേർജ് ആയി വരുന്നു എന്നുള്ളത്. സോ മലയാളത്തിന്റെ ആ ഒരു ഒതന്റിസിറ്റി എപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് നല്ല സിനിമകളും ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രതിഭകളൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാവട്ടെ എന്ന് മലയാളത്തിനെ നമ്മൾ വിഷ് ചെയ്തുകൊണ്ട് ദിസ് ഇസ് മീ അജൽ സൈനിങ് ഓഫ്. ബൈ. ബ്രോ പോണി മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം.